എടാ ഞാൻ ഒന്നും ഉണ്ടാവില്ല കേട്ടാ. എൻ്റെ അമ്മായി മരിച്ചിരിക്കണേ രാവിലെ ഇരുന്നു. ആ 4:30 മയ്യത്തെടുക്കണം. ആയിക്കോട്ടെ. ആ നമ്മളെ പെരൻ്റെ അടുത്ത് തന്നെ. അമീത നമ്മളെ പള്ളിക്ക് കബറക്കുന്നിടത്തേക്ക് പോയി നോക്കിയില്ലേ? ആ ഞാൻ പോയി നോക്കിന്നുപ്പാ. നമ്മളെ വല്യമ്മാൻ്റെ വല്യപ്പാൻ്റെ ഒക്കെ കബറിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ ഒന്നും കൂടി പോയി നോക്കിയിട്ട് ആ പടവും കാര്യമൊക്കെ നോക്കുന്നു. ഞാൻ വീസാങ്കല്ലേ കരിങ്കല്ലേനായിക്കോട്ടെ കേട്ടാ. ഞാനാ മയ്യത്ത് ഒളിപ്പിച്ചാനേ ഞാൻ സൈനാനോടൊന്ന് വിളിച്ച് പറഞ്ഞാളാ. അതിൻ്റെ മോനോട് വിളിച്ച് പറഞ്ഞിപ്പ. ഓണത്തിന് എന്താ പരിപാടി? ഓണത്തിന് നമ്മൾ എവിടേക്കെങ്കിലും ടൂർ പോവാം, ട്രിപ്പ് പോവാം. അട്ടപ്പാടിക്ക് പോലെ അട്ടപ്പാടിയാ ഊട്ടിയാവാം ട്രിപ്പിലൊക്കെ ആയിട്ടാണ് പോവാം. അട്ടപ്പാടി പോകണേ നല്ല സുഖമാണ്. അവിടെ നല്ല റിസോർട്ട് ഉണ്ട്. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ആയിരുന്നോളി. ഇങ്ങനെ ആ സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കോളൂ. നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ കൂടിക്കല്ലേ, കണ്ടുകാണ്ടിട്ട് ഇറങ്ങിപ്പോന്നോളി. ഇങ്ങോട്ട് കയറിലിട്ടാ, ഇവിടെ സ്ഥലം കുറവാണ്. ഒരു കണ്ടുകാണ്ടിട്ട് ഇറങ്ങിയിട്ടാണ് കയറട്ടാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എല്ലാവരോടും കൂടിയാ പറയേണ്ടത്. പ്രത്യേകിച്ച് അവിടെ അകത്തുള്ള പെണ്ണുങ്ങളോട്. നിങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ മരിച്ച മയ്യത്തിനായിട്ട് ഇടപഴകിയിട്ടുണ്ടാവുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ഈ അവസ്ഥ വരാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും പൊരുത്തപ്പെട്ട് കൊടുക്കുക. നാളെ നമ്മളെല്ലാവരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പിന്നെ പറയാനുള്ള അടുത്ത വെള്ളിയാഴ്ച ഈ മയ്യത്തിൻ്റെ പേരിലുള്ള ദിക്റ് പള്ളിക്കുണ്ടാവും. കുടുംബങ്ങളും നാട്ടുകാരും എല്ലാവരും അതിൽ പങ്കെടുക്കണം. പിന്നെ ഒന്ന് കുടുംബങ്ങൾ അറിയിച്ചിട്ടുള്ളത്, ബാധ്യത ഉണ്ടാകുന്ന ചീരണികളും മറ്റൊന്നും കൊണ്ടുവരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അല്ല തങ്ങൾ മരിച്ചോടത്തുനിന്ന് ഇപ്പൊ വരുന്നുള്ളൂ. ഞാനടി മയ്യത്തൊക്കെ എടുത്തിട്ടാ പോന്നത്. ഇജ്ജ് പോന്നീനില്ലേ? ഞാൻ വന്നിരുന്നു അത്ത. അവിടെ നല്ല തിരക്കല്ലേ, ഞാൻ വേഗം പോരുകയും ചെയ്തു. പയ്യനെ ഒന്നും പുറത്തേക്ക് കെട്ടിയിട്ടില്ലേ. ആ കുട്ടിക്കാണെങ്കിൽ പണിയുണ്ട്. ആ ഇജ്ജ് പറഞ്ഞ മാതിരി നല്ല തിരക്കുണ്ടായിനു. ആളൊക്കെ നല്ല ഉണ്ട്. ആ റുക്കിയാത്ത നല്ല മത്സരത്തി തന്നെയല്ല, എല്ലാരോടും നല്ലൊരു പെരുമാറ്റി തന്നെയല്ല അതിന്. അല്ലാത്ത ആ താത്താനെ മരിച്ചിട്ടുണ്ട് അവരെ വീട്ടിൽ തന്നെ വെച്ചേ. അയറ്റുള്ളോടെ ആണെങ്കിൽ സൗകര്യവും ഇല്ല. അതിന്റെ ആങ്ങളേന്റെ വീട് അതിന്റെ അപ്പുറത്ത് തന്നെയല്ലേ. അവിടെ ഒക്കെയാണെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരുന്നു ആൾക്കാർക്ക് വരാനും പോവാനൊക്കെ. റുക്കിയാത്ത മരിച്ചിനീന്റെ അടുക്ക് പറഞ്ഞിരുന്നോലോ അതിന്റെ പേരിൽ തന്നെ അതിന് മരിച്ചിറങ്ങണമെന്ന്. അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. അല്ലെങ്കിലും മരിച്ചിറങ്ങണം അവനാന്റെ പേരേന്ന് തന്നെയല്ലേ നല്ലത്. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മേനെയും കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോ ബ്ലോക്കുന്നേ അത് മരുന്ന് വാങ്ങാൻ വന്നിരുന്നു. എന്നും കൂടെ അതിനോട് വർത്താനം പറഞ്ഞിട്ടുള്ളൂ. അതിന് ഒരു സോക്കടും ഉണ്ടായിരുന്നില്ലടി. നെഞ്ഞുവേദന ഉണ്ടായതാ ഇന്ന് വെളുപ്പം കാലത്ത്. മരിച്ച നേരത്തെ തുള്ളി വെള്ളം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നാവോലെ അതിന്റെ അടുത്ത്? അതിന് മക്കളൊന്നും ഇല്ലാത്തല്ലേ? ആരും ഉണ്ടായിട്ടില്ല. അത് നേരത്തെ നീച്ചനാണ്. 5 മണിയൊക്കെ ആവുമ്പോ നീച്ചും. അപ്പൊ ഇതേമാതിരി വെളിച്ചും തിരിച്ചൊന്നും കാണായിട്ട് ആങ്ങളെ പോയിക്കാണ്ട് വാതിൽ മുട്ടി തുറന്നപ്പോ വിളിച്ചിട്ടൊന്നും മുളി വെക്കണില്ല. അപ്പൊ വാതിൽ മുട്ടി പൊളിച്ചിക്കാണ്ടേ നോക്കിയപ്പോ മരിച്ചു കിടക്കണുണ്ട്. ആങ്ങളൊക്കെ അല്ലെങ്കിലും പെങ്ങളെ നോട്ടം കുറച്ച് കുറവ് തന്നെയാണ് അല്ലേ? ആങ്ങളാരെ സ്നേഹേ ആ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ പെങ്ങന്മാരോട്. പിന്നൊക്കെ കണക്ക് തന്നെയാണ്. ഉമ്മറാജിക്ക് പിന്നെ കായും പണമൊന്നും ഇല്ലായിട്ടൊന്നല്ലല്ലോ. നമ്മൾ ഈ ചുറ്റുഭാഗത്തൊന്നേ ഈ പുള്ളിത്തുണിയും കുപ്പായം ഇട്ട് നടക്കണ താത്തമാരില്ലല്ലോ. ഇപ്പൊ എല്ലാരും മാക്സി അല്ലേ. ഈ താത്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ. ഏതായാലും അതിന് കുട്ടികളും മക്കളും ഇല്ലല്ലോ. ദൈവം അതിനെ ഇടങ്ങേറാക്കാതെ കൊണ്ടുപോയത് നന്നായി. എടാ ആ പന്തല്ലരോട് പറഞ്ഞു കാണ്ടേ ഇവിടെ എങ്ങനാണ്ട് പെണ്ണേക്ക് കംപ്ലീറ്റ്. ഇവിടെ അതൊക്കെ ആണുങ്ങൾക്ക് നമ്മൾ മയല് മുഴുവൻ പറഞ്ഞതാണ്. നല്ല ആളുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള പന്തലാണ്ട് ഇടിയിക്കണം. എത്തപ്പോ നിങ്ങൾ ഈ പറയുന്നത്? അത് മരിച്ച ഏയല്ല, അതിനിപ്പോ എത്ര വലിയ ചെലവൊക്കെ ഉണ്ടാക്കണം. പറഞ്ഞതാണ് കേട്ടാ മതി. ഓഡിറ്റോറിയത്തിൽ വെച്ച് കഴിച്ചാൻ പറ്റാഞ്ഞിട്ടാണ്. പറ്റുന്നത് ഇമ്മറാജ് അവിടെ വെച്ച് കഴിച്ചു. അനക്കിപ്പോ ഗൾഫ് പോയി എന്നപ്പോ തിരിഞ്ഞളി വേറെ ആയിക്കണൂല്ലേ? ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ലപ്പാ. ഇങ്ങനത്തെ വലിയ പരിപാടി ഒന്നും ഇപ്പൊ ആരും കഴിച്ചാലില്ല. ആ പൈസ വല്ല എത്തിങ്ങാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അമ്മായിന്റെ കബറിങ്ങൾക്ക് വല്ല കൂലിപ്പാടം കിട്ടൂലേ? നിങ്ങളെ അമ്മായിനെ മരിക്കണീന്റെ മുമ്പേ
ഞാൻ തീരെ നോക്കിയിട്ടില്ല എന്നുള്ള സംസാര വിഷയം പരക്കുണ്ട്. അത് ഈ പരിപാടി മടി തീർന്നിട്ടണം. കുറ്റം പറഞ്ഞോലോടൊക്കെ ഞാൻ പറഞ്ഞോക്കണു പരിപാടി. ചോറ് നല്ലോണം വെച്ചു കൊടുക്കണം നമുക്ക്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യും പോലെ ചെയ്തോളൂ. ഇപ്പൊ അമ്മായിന്റെ പണ്ടേ നമുക്ക് പള്ളികൾ കൊടുത്തൂടെ? മുണ്ടാക്കേ അമ്മായിന്റെ പണ്ടുള്ളതൊന്നും നാട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു നടക്കണ്ട. നമുക്ക് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അപ്പ അതിനുള്ള പണിയെടുക്കാം. അല്ലപ്പ അമ്മായിന്റെ പണ്ടം കൂടി വിറ്റുകാണ്ട ഈ പരിപാടിയൊക്കെ ചെയ്യണേ. അപ്പൊ നിങ്ങളൊന്നും ചെലവാക്കണില്ലേ? എനിക്ക് മുണ്ടാതിരിക്കുകയാണ് നല്ലത്. എന്നോട് ഇങ്ങനെ തട്ടുത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കല്ല. ആ ചോറിന്റെ കാര്യം പോയി ഏൽപ്പിച്ചാണ് ഞമ്മക്ക്. ആ മറ്റേ കുതിരനോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നായിക്കോട്ടെ, നമുക്ക് രണ്ടാം കൂടിയാണ് പോവാം. ആചാരൊക്കെയല്ലോ. ഞാൻ വന്നത് പെങ്ങള് മരിച്ച 7 അത് പറയാൻ വന്നതാണ്. ഷെരീഫ് ഇവിടെ ഇല്ലേ? അത് ഇവിടെ ഇല്ല. ആ അങ്ങാടിയിലേ കാരം ബോർഡൊക്കെ കളിച്ചൊത്തിരിക്കണ്ടാവും. ഓനെ പീഡന്റെ അവിടുന്ന് ഞാൻ കണ്ടോളാം. തിങ്കളാഴ്ച 10 മണിക്ക് മോലിയന്മാർ അവിടെ വരും. അപ്പോ ഇജ്ജും ഷെരീഫും കൂടി അത് ബാ. ഞങ്ങൾ നേരത്തെ തന്നെ വരണ്ട ആചാരാക്ക. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ള യോട് നടന്നിട്ട് എല്ലായിടത്തും പറഞ്ഞെടുക്കാന്. ഇച്ച് വേണ്ടപ്പെട്ടോടത്തൊക്കെ ഞാൻ തന്നെ നടന്ന് പറയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ചെക്കന്മാരാണ് പറഞ്ഞത്. എന്നാ ഞാൻ പോട്ടെ. ഇച്ച് ഒരുപാട് സ്ഥലത്ത് ഇഞ്ഞും പറയാണ്ടേടി. ഇറങ്ങിയ തുള്ളി വെള്ളം കുടിച്ചു പോവാ. വെള്ളമൊന്നും മാണ്ടേടി. എടി കുഞ്ഞെ ഇവിടെ നിന്നാ. എന്താ ആചാരാക്ക? ഞാൻ അഡ്മിറ്റായി കിടന്ന ആശുപത്രിയിലല്ലേ? എനിക്ക് ഇപ്പോഴും പനിയടി. ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോഴും. നമ്മളെ പഴയ നേഴ്സന്മാരൊക്കെ ഇപ്പോഴും അവിടെ ഇല്ലേ? ഓനെല്ലാരും ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. ആരും പോയിട്ടില്ലല്ലോ. എന്നാ ആയിക്കോട്ടെടി. ഇമ്രാജ് ഇവിടെ വന്നീല്ലേ? അതാ പോണു. അവിടെയും വന്നീന്ന് ഒക്കെയാത്താനെ പറയാനേ. മൂപ്പര് പരിപാടി എല്ലായിടത്തും പറയണ്ടോന്നല്ലേ? മരിച്ചിട്ട് വലിയ പരിപാടി വെച്ചിട്ട് വലിയ കാര്യമാണ്. ആ തള്ള വജാതെ കിടന്നിട്ട് അതിനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതൊക്കെ ആളെ പൊട്ടീസാക്കാനുള്ള പരിപാടിയാണിത്. അതിന് അസുഖമായി കിടന്നിട്ടൊന്നുമില്ലല്ലോ. ആചാര വീടിന്റെ അടുത്ത് തന്നെയല്ലേ അതിന്റെ താമസം. പക്ഷെ നോക്കലൊക്കെ കമ്മി തോന്നുന്നല്ലേ? നോട്ടത്തിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിലടി കുറേ പറയാണ്ട്. അതിനെ പണ്ടൊന്ന് കെട്ടിച്ചിരുന്നു. അന്നാ കല്യാണം കഴിച്ചാൽ അതിന് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ലേ? അതിന് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അതിന് ഇട്ടെറിഞ്ഞ് പോയതാണ് അതിന്റെ മാപ്പിള. പിന്നെ ഇപ്പൊ അതിന് രണ്ടാമതൊന്നും കെട്ടിച്ചാലേ കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ സ്വത്ത് പോകുന്ന വിചാരിച്ചിട്ട് ചങ്ങായിട്ട് കെട്ടിച്ചതും ഇല്ല. ഇങ്ങനത്തെ ആളാ ഇയാളെ കണ്ടാ അങ്ങനെ തോന്നൂലട്ടാ. അതന്നെയല്ലേ എന്നോട് ഞാൻ പറഞ്ഞത്. അയാളെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എവിടെ മനസ്സാങ്ങൾ നിങ്ങളെ കാത്തിക്കളെ നേരത്രായി അറിയാം. ഞാൻ ഈ കുട്ടിന്റെ അവിടെ ചെറിയൊരു മൗലൂദ് ഉണ്ടായിരുന്നു. അത് ലേസം വെക്കി. ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ദൂർക്കൊന്ന് ബാങ്ക് കൊടുക്കണം. വലിയ മൗലൂദിന്റെ പരിപാടി ഉണ്ട്. അപ്പൊ അവിടെ ഒന്ന് പോകണം കേട്ടോ. എന്നാ മറക്കല്ലേ. ഏതായാലും ഇപ്പൊ ഈ റബീഉൽ അവ്വൽ വന്നതിന് ശേഷേ ബാങ്ക് കൊടുക്കലും ഇഖാമത്ത് കൊടുക്കലും ഇമാമുക്കലും ഒക്കെ ഞാൻ തന്നെയാണ്. ഉസ്താദ് വെക്കോളി. കുഴപ്പമുണ്ടാവും. അതിനനുസരിച്ച് ഞാൻ കണ്ടുണ്ട് കേട്ടാ. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. അല്ല ഉസ്താദേ, ആ മൗലൂദ് നിങ്ങൾക്കില്ലേ? അല്ല, ആ പരിപാടി എനിക്കില്ല. ഞാൻ ഈ മഹലിലെ ഖത്തീബാണ്. മൂപ്പരാണെങ്കിലും ഇവിടുത്തെ മുക്രിയാണ്. ഈ നാട്ടുകാരനാണ്. അപ്പൊ ഈ നാട്ടുകാരാണ് മൂപ്പരൊക്കെ വിളിക്കുക. മൂപ്പരാണെങ്കിൽ ആ ഉസ്താദിനെ വിളിക്കാന്നിട്ട് പറയോ? അത് പറയണില്ല എന്നായിരിക്കും തോന്നുന്നുണ്ട്. ഇങ്ങനെ ആയപ്പോ ശമ്പളം തന്നെ ഉണ്ടാവില്ല ഉസ്താദേ. ശമ്പളം തന്നെ ഉണ്ടാവലുള്ളൂ. പിന്നെ വലിയ മരണോ പിന്നെ കുടിയിരിക്കലോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദിനെ വിളിക്കും. അൽഹംദുലില്ലാ റാഹത്താണ്. അതുകൊണ്ടൊന്നും ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല. അല്ല ഉസ്താദേ, നിങ്ങളെ പെരപ്പണൊക്കെ എന്തായിപ്പോ? വാർത്തിട്ടോളൂ. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. എന്തേലൊക്കെ ചെയ്യണം. നിങ്ങളൊക്കെ ദ്വാരക്ക് ഒക്കെ പെട്ടെന്ന് കഴിയട്ടെ. അല്ല, നമ്മളെ മഹല്ല് കമ്മിറ്റിനോട് ഇതൊന്നും ഉണർത്തിയാലേ വല്ല മെച്ചം കിട്ടൂലേ? അല്ല, കമ്മിറ്റിക്കാരോട് പറഞ്ഞാൽ എന്തേലൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് പറയാനും പറ്റൂല. കാരണം 1.5 കൊല്ലമായിട്ടുണ്ട് മകളെ കെട്ടിച്ചിട്ട്. അതിന്റെ പിരിവൊക്കെ ഇവിടുന്ന് എടുത്ത് തന്നതാണ്. ഇനിയിപ്പോൾ ഈ പെരൻ്റെ കാര്യം കൂടി പറയുമ്പോൾ അവർക്ക് എന്താ തോന്നുക എന്നുള്ളൊരിത്. അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാ ഒക്കെ ശരിയായിക്കോളും. എന്നാ ഞാൻ പോട്ടെ ഉസ്താദേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മൊത്തം പന്തലിടാണ്ട്. ആയിക്കോട്ടെ, ഇതാ തുടങ്ങിക്കോ. ഞങ്ങൾ കാറ്ററിംഗുകാരെ അടുത്തേക്ക് വന്നാണ്. അത് എത്തിച്ചാൽ മതി. ആയിക്കോട്ടെ. ആരെടാ വിളിച്ചിട്ടുണ്ട്? അതാ പന്തലേരാണ്. ഇപ്പ അവിടെ പണി തുടങ്ങിയിരിക്കുന്നു.
ഋഷാദാക്ക ഒരു രണ്ടാൾ കാണാൻ വന്നേക്കണല്ലോ. ആ ഞാൻ വരാം. ഇജ്ജ് വലോട്ടായിട്ട് ഇരിക്കാൻ പറയാം. ഇജ്ജ് ഇത് കഴിഞ്ഞിട്ട് ഈ മീനൊന്ന് പൊരിച്ചോ. അത് ഞാൻ പൊരിച്ചോളാം. ഞാൻ അവിടെ കുറച്ച് ധൃതി ഉണ്ടായിരുന്നു, കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. സ്വന്തം തന്നെയാണ് നമ്മളെ പരിപാടിന്റെ ദിവസം ഇപ്പൊ എന്നോട് പറഞ്ഞേക്കണില്ലേ? ആ ഓ എന്നോട് പറഞ്ഞേക്കണു. നിങ്ങൾ പറഞ്ഞ ദിവസം ഇപ്പൊ തിങ്കളാഴ്ച ചെയ്യുന്നല്ലേ? അന്നിച്ചിപ്പോ 2-3 പരിപാടി ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഞമ്മക്ക് എല്ലാം നല്ല വൃത്തിയിൽ ചെയ്യണം. അതിന് നല്ലത് ഇജ്ജാണ് എന്നാണ് ഇവൻ പറഞ്ഞത്. അത് നമുക്ക് വൃത്തിയിൽ ചെയ്യാം. മരിച്ച പരിപാടിയല്ലേ, അതൊരു ബിരിയാണി വെച്ചാ പോരെ? അത് എളുപ്പമാണല്ലോ. അങ്ങനെ ചെറുതായിട്ടുള്ള പരിപാടി പോരാ. ഞാൻ മയലില് കംപ്ലീറ്റ് പറഞ്ഞേക്കണു. നമ്മളെ കൂട്ടുകുടുംബങ്ങൾ അതും കംപ്ലീറ്റ് പറഞ്ഞേക്കണു. പെണ്ണക്ക് ബീഫ് ബിരിയാണി ഭയങ്കര തൃപ്തിയാണ്. അപ്പൊ ബീഫ് ബിരിയാണി വേണം, ചിക്കൻ ബിരിയാണി വേണം. മരിച്ച പരിപാടിയല്ലേ, ഇങ്ങനൊന്നും കഴിച്ചില്ല. ഒരു നെയ്ച്ചോറും ഒരു പള്ളിക്കറിയും വെക്കലുള്ളൂ സാധാരണ. എനിക്ക് ഞാൻ പറഞ്ഞ മാതിരി വെക്കണീന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? 1000-1500 ആളെ പരിപാടിയാണ്. ഞാൻ എല്ലാ ഐറ്റംസും വെച്ചരാ. സാധാരണ നാട്ടിനടപ്പ് ഇങ്ങനൊക്കെ വെക്കലുള്ളൂ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മളെ ബ്രദേഴ്സ് കാറ്ററിംഗ് എന്ത് പരിപാടി ഏറ്റെടുക്കും. ഞാൻ പേര് ഏർപ്പാടേറ്റ് തീർക്കണ്ടേ അതിനല്ലേ. ഞാൻ പറഞ്ഞ 2 ഐറ്റം ബിരിയാണി മാത്രം പോരാ, അടപ്പായസം കൂടി വേണം. അടപ്പായസൊക്കെ മാണോ? ഗോതമ്പ് പായസമൊക്കെയാണ് സാധാരണ ഈ പരിപാടിക്കൊക്കെ വെക്കല്. മറാജിന്റെ അങ്ങനെ ചുരുക്കി കഴിച്ചാനൊന്നും പറ്റൂല. അടപ്പായസം നിർബന്ധമായിട്ടും വേണം. അടപ്പായസം തന്നെ നമുക്ക് വെക്കാം, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളിപ്പോ 1000-1500 ആൾക്കാരോട് പറഞ്ഞേക്കണമെന്നല്ല പറഞ്ഞത്. അത്രയൊന്നും ആൾക്കാർ ഈ പരിപാടിക്ക് പങ്കെടുക്കൂല കേട്ടോ. നമ്മളൊരു 800 ആൾക്കാർക്കുള്ള ഒരു ഭക്ഷണം കരുതിയാൽ മതി. മറാജിയാണ് പറഞ്ഞേക്കണ്ടേ 1500 ആളും വരും. ഇജ്ജ് ഭക്ഷണം ഉണ്ടാക്കിക്കോ, കുറച്ച് ഏറിയാണ്ട് ഉണ്ടാക്കിക്കോ, പണിക്കാർക്ക് കൊണ്ടുപോകാനാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരിയാണ് ചെയ്യാം. പിന്നെ ഇപ്പൊ സപ്ലൈക്ക് എല്ലാരും കൂടിയാണ് ചെയ്താൽ പോരെ? അവിടെയുള്ള ആൾക്കാരൊന്നേ സപ്ലൈ പണിക്കൊന്നും നിർത്താൻ പറ്റൂല. ഇജ്ജേ ആ യൂണിഫോം ഇട്ട കുട്ടികളാണ് കൊണ്ടുവരിക. ഡ്രൈവറിനും കസാലിക്കും ആ കുപ്പായങ്ങൾ ഇടും വേണം. അല്ല മനസ്സായിക്കോല്ലേ നിങ്ങളെ ആ പാടത്ത് കൃഷി ഉണ്ടാക്കുക, നിങ്ങളെ കൊണ്ട് വേക്കും ഒറ്റക്ക്. കഴിഞ്ഞ കുറി അതാ രാമൻകുട്ടിക്ക് പാട്ടം കൊടുത്തു. ഇക്കുറി ഇപ്പൊ ഓന് പാട്ടം കൊടുക്കണ്ടല്ലോ. ഞാൻ എങ്ങനെയൊക്കെ ആയിട്ട് ആ ടാട്ടറിനോട് വരാൻ പറഞ്ഞു. ടാട്ടർ വന്നിക്കാണ് കൂട്ടിയാടി എന്നിട്ട് നാറ് നടുക. അതാണ് തീരുമാനിച്ചേണ്ടത്. നിങ്ങൾ കൃഷി നട്ടിയാലേ ആ നാറാരിക്കാർക്കും പണിക്കാർക്കും എല്ലാവർക്കും ഉച്ച കഞ്ഞിയും കൂട്ടാനും ഉണ്ടാക്കാൻ വെച്ചട്ടോ. ആ രാമൻകുട്ടിക്ക് പാട്ടം കൊടുത്തന്നേ ഓന് കിട്ടീനനുസരിച്ച് നമുക്ക് നെല്ല് തന്നും ചെയ്തേക്കണം. അത് പോരെ നമുക്ക്. 5-6 കൊല്ലായിട്ടേ ആ പാടത്ത് ഞാൻ ഒറ്റക്ക് തന്നെ കൃഷി നടത്തിയത്. അപ്പൊ 5 കൊല്ലത്തിന് ശേഷമല്ല ഇപ്പൊ നമ്മൾ പാട്ടം കൊടുക്കൽ തുടങ്ങിയത്. ഇക്കുറി ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നമ്മൾ ആ സംഗതികളൊക്കെ മറക്കും. പണ്ട് ബാപ്പുണ്ടായിരുന്ന കാലത്തൊക്കെ കൃഷി എന്തുമാതിരി ഇവിടെ നടന്നിരുന്നു. അപ്പൊ അതൊന്നുമില്ല, ഒക്കെ ഇട്ടെറിഞ്ഞ് നമ്മൾ തുമ്പ് ചാതാക്കി പോയി. പാടഞ്ഞിപ്പേ തൂർക്കേണ്ട അവസ്ഥയ്ക്കാണ് വരേണ്ടത്. ചുറ്റോറും പട്ടത്തിലുള്ളതൊക്കെ തൂർത്തക്കണം. ഇപ്പൊ ആകെ വെള്ളം കെട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ്. നാളെ അബ്ബാസ് നിങ്ങളോട് പറഞ്ഞു ആ പാടം നമുക്ക് തൂർത്തിക്കാണ്ട് എന്തേലും കവുങ്ങുന്തച്ചോ തെങ്ങൊക്കെ വെക്കുക എന്ന് പറഞ്ഞു. അതിന് നിങ്ങൾക്ക് പറ്റൂല. എല്ലാരും ജഡ്ജും പോലെ നമ്മളെ പാടം അതിന് കിട്ടൂല. അത് ആ പച്ച ആയിട്ട് ഇങ്ങനെ നിൽക്കേണ്ടത് കാണാൻ നല്ല രസമാണ്. നെല്ലൊക്കെ ആയി കഴിഞ്ഞാൽ നെല്ല് വിളഞ്ഞ് നിൽക്കേണ്ട പാടങ്ങളൊക്കെ ഇപ്പൊ എവിടെ ഉള്ളത്? ഒക്കെ ഇഞ്ച് പറഞ്ഞ മാതിരി മണ്ണിട്ട് തൂർത്ത് ഈ കരോടി ആക്കുകയാണ്. അങ്ങനെ നമ്മൾക്ക് ജഡ്ജണ്ടെന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞത്. അതാണ് നല്ലതും നബീസ്. ഞങ്ങൾ പോച്ചമാതിരി ചെയ്തോളി. ഇന്ന് ഞങ്ങളെ പിന്നാലെ പണിയെടുക്കാൻ കിട്ടൂലട്ടാ. ആ മെതിമല്ല അതാ വരുന്നു. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്നിട്ട് ഇരിക്കുമല്ല പിന്നെ പോകാൻ വിളിച്ചു പറ്റി വല്ല മൊഴുതേറ്റ് ഓതണ്ട. റബീലവലാണല്ലോ. ഔലൂദൊന്ന് ഓതണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. റബീലവൽ ഒടുവിനാക്കണം. നിങ്ങളെ തിരക്കൊക്കെ കച്ചട്ടെ. ഒഴിവിനനുസരിച്ചേ ഇപ്പൊ നടക്കലുണ്ടാവൂല. ഇക്കുറി 1 തുടങ്ങിയപ്പോ ഒരു ഒഴിവും കിട്ടിയിട്ടില്ല. ഇക്കുറി കുറച്ച് കൂടുതലായിട്ടുണ്ട്. എല്ലാരും ഇക്കുറി ചെല്ലിച്ചിട്ടുണ്ട്. ഏതായാലും ഇങ്ങക്ക് 10 ഉറുപ്പ്യ കിട്ടുന്ന മാസമാണല്ലോ ഇപ്പൊ റബീലവൽ മാസം. അത് വെറുതെ കളയണ്ട. മണ്ടി പാഞ്ഞ് എല്ലായിടത്തൊക്കെ ഒന്ന് മൗലൂദ് ഓതിക്കോളി. ഞാൻ വരാൻ പറഞ്ഞ കാര്യമായി എൻ്റെ പെണ്ണേ സൂറാബി ഉണ്ടല്ലോ, നിങ്ങൾ പഠിപ്പിച്ചാണല്ലോ. ഓള് കുറച്ച് സാധനം കൊടുത്തയച്ചോണം ദുബായിന്ന്. ഓളിപ്പോൾ അവിടെയാണല്ലോ. എന്നാൾ പോയപ്പോൾ നിങ്ങളെ കണ്ടീന്നു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് തരാൻ പറഞ്ഞിക്കാണ്ട്. അപ്പോൾ അത് നിങ്ങളെ കയ്യോടെ ഏൽപ്പിച്ചാച്ചിട്ടാണ്. പള്ളികൾക്ക് ഞാൻ അതൊക്കെ പാടെ താങ്ങി പിടിച്ച് വലിയ അടങ്ങാറാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചെത്തിയത്. ആ ഓള് ദുബായിക്ക് പോണ പോക്ക് പറയാൻ വേണ്ടിയിട്ട് വന്നീന്നു. അപ്പൊ ഞാൻ ഒരു ഏറിയാക്കായിട്ട് പറഞ്ഞു മോലിയാക്കാക്കത്തേയും കൊടുത്തയക്കൊണ്ടിട്ടാണ്. ഞാൻ തമാശ പറഞ്ഞതാണ്. അതുപോലെ കാര്യത്തിൽ എടുത്തേക്കണല്ലേ. ഓനിപ്പോ അവിടെ കുറച്ച് നല്ല ഇതിലാണല്ലോ, നിലവാരത്തിലാണല്ലേ ചെക്കന്. എൻ്റെ മരുവന്റെ വലിപ്പം പറയല്ല. ഓൻ അവിടെ കമ്പനിയിലെ ഒരു മാനേജറായിട്ട് ജോലി ചെയ്യണം. നല്ല ശമ്പളമാണ്. എത്തേലൊക്കെ ഇച്ചും നബീസിനൊക്കെ അയക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഓളും കുട്ടികളും കൂടിയാണ് കൊണ്ടുപോയതായിരുന്നു. കുറച്ച് ദിവസത്തിനാണ് കൊണ്ടുപോയതാണ്. ഇപ്പൊ പോയിട്ട് 8 മാസമായി. കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ഒരു 1.5 കൊല്ലം നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഹൈറാട്ടെ.
കുട്ടികളൊക്കെ അപ്പൊ അവിടെ പഠിച്ചാണീക്കാരല്ലേ? കുട്ടികളൊക്കെ അവിടെ തന്നെയാണ് പഠിച്ചിട്ടത്. ഇപ്പൊ ഈ ഓൺലൈനിലോ ഒക്കെ എന്തൊക്കെയാ പഠിക്കുന്നൊക്കെ പറഞ്ഞു. അതൊന്നും എനിക്ക് വലിയ പുറത്തല്ല. ഞാൻ നിങ്ങൾക്ക് ചായ വെള്ളം എന്തെങ്കിലും എടുക്കാൻ പറയട്ടെ നബീസിനോട്? അജോ പോ, മാണ്ട ഞാൻ പള്ള അടച്ച് കറി കുടിച്ചിക്കാണ് വീണം. അൽബൂട്ടേജ് ആണ്ടേന്നല്ലോ. ആ ഒരു കൊല്ലായില്ലേ? ഏ എന്നാ ഞാനേ ആ സാധനങ്ങൾ എടുക്കാം. ഏ ആ പെണ്ണിന്റെ പണി അല്ല ഓളെ അതിലിപ്പോ എന്തൊക്കെ ബദാമും പിസ്തയും പിന്നെ അജുവായിതവാൻ പറഞ്ഞോ? ഞാൻ തമാശ പറഞ്ഞാണ്. അജുവ ഞാൻ കേട്ടിട്ടുള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. അതുണ്ട്. പിന്നെ ഈ തണുപ്പിനിടണ്ടേ ഒരു കുപ്പായുണ്ട് ബാങ്കറ്റ്, അതും ഉണ്ട്. അത് ഞാൻ ഭർത്താനത്തിന്റെ ഇടയിൽ പോയി കാര്യം ചോദിച്ചാൽ മറന്നു. നമ്മുടെ ഉമ്മറാജിന്റെ പെങ്ങള് ഏഴിൻ്റെ നിങ്ങളവിടെ കണ്ടില്ല? മഹലത്തുള്ള ഒരു വിധ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ കൽപ്പിച്ചോട്ടി വരായിരിക്കും. ഞാനേ ഒരുപാട് മരിച്ച പരിപാടിക്ക് പങ്കെടുത്തോക്കണം. ഇങ്ങനത്തെ ഒരു പരിപാടി ഇപ്പം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ആ 2 മഹലത്തിലുള്ള മൂല്യമാറ്റുകളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ 200 ഉറുപ്പിയാണ് വരെ പേരുകളിൽ കിട്ടല്. 1000 ഉറുപ്പിയുണ്ട് വരെ കവറിൽ. ഇച്ചും കമ്മിയാക്കിയിട്ടില്ല. ഞാനൊരു 10,000-2,000 ഒക്കെ ഉണ്ടാകുമ്പോൾ 5000 ഉറുപ്പിയുണ്ട്. വലിയ ഉസ്താദിന് 10,000 ഉറുപ്പിയുണ്ട്. ബമ്പം പരിപാടിയാണ്. ഇന്നങ്ങനെ കജ്ജാഴ്ച ചെയ്യുന്നുള്ളത് ഞാൻ കുളത്തിട്ടില്ല മറാജി. ഞാൻ വീഡിയോ കോളേമെന്ന് ഇതൊക്കെ പറഞ്ഞു കേട്ടോ. 2 ഐറ്റം ചോറുണ്ടായിരുന്നു, വലിയ പരിപാടിയായിരുന്നു എന്നൊക്കെ. ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല വരാഞ്ഞത്. ആ പമ്പർന്നോട് ജീവിച്ചിരിക്കുന്ന കാലത്തെ ആങ്ങളാന്നുള്ളൊരു നിലക്ക് നല്ല രീതിയിൽ അയാൾ നോക്കിയിട്ടില്ല. കെട്ടിച്ചിട്ട് ഒരട്ടം കെട്ടിച്ചിട്ടൊന്നും കാര്യം നിർത്തണം. മക്കളൊന്നും ഉണ്ടായില്ല. പിന്നൊരു കെട്ടിച്ചിൽ കെട്ടിച്ചില്ല. സ്വത്ത് പോയിച്ചിട്ടാണോ? എന്നാലും അയാൾ ആ പറമ്പം വരേക്ക് അതിനെ കൊണ്ടുപോയിട്ടില്ല. ആ നാടൻ പേരിയിലിട്ട് കാണ്ട് ഉന്തി തള്ളി ജീവിച്ചത്. എന്നിട്ട് ഇപ്പം ഈ മരിച്ചിട്ട് ഇത്രയും ആൾക്കാർക്ക് തിന്നാൻ കൊടുത്ത് ഇങ്ങനത്തെ ഒക്കെ ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്? അത് ഒരു കണക്കിന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ പമ്പർന്നോട് കുറെ ഇടങ്ങാറായിക്കാനാണ് ജീവിച്ചേക്കേണ്ടത്. നമ്മളൊക്കെ കരുതിയെന്നേ മൂപ്പര് നല്ല നോട്ടാച്ചിരിക്കുക. നോട്ടത്തിന്റെ കാര്യമൊക്കെ പറയായാണ് നല്ലത്. അതിന് തീരെ വെജായിട്ടേ ആ മലപ്പുറത്തെ ധർമാസത്തിലേക്ക് കൊണ്ടിട്ടാ ചികിത്സിച്ചിരുന്നത്. മറാഠിന്റെ അടുത്ത് പണമൊന്നും ചോദിച്ചൊന്നും അല്ലല്ലോ. എന്നാൽ ഇതിന്റെ തന്നെ ഉണ്ടാ കെട്ടിച്ചിന്റെ സമയത്തുള്ള ആ പണ്ടും പണമൊക്കെ അതും കൂടി അത് ചെലവാക്കിയിട്ടില്ല. ഇപ്പൊ ആ പരിപാടിക്ക് അതൊക്കെ എടുത്തുകാണ് ചെലവാക്കിയിട്ടുള്ള ന്യൂസൊക്കെ ഞാൻ കേൾക്കേണ്ടത്. എന്താ സത്യത്തിലെ പഠിച്ചോനറിയാം. ഇതൊക്കെ 4 ആള് കാണാൻ വേണ്ടി ചെച്ചണം. അല്ലാതെ ആ പമ്പർന്നോട് മരിച്ചു പോയി അതിനെന്തേലും കൂലിപ്പാടിട്ടാൻ വേണ്ടി ചെച്ചൊന്നല്ല. ആങ്ങളാന്നുള്ള രീതിയിൽ 4 ആള് ഞാൻ എൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് അറിയാൻ വേണ്ടി ചെച്ചത്. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ നമ്മളെ മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്താൽ അതിനൊരു പുണ്യം കിട്ടും.